അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കും. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം. പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുക വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാപുത്രനും
പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 2 ദിനവൃത്താന്തം 20:15. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, നാളെ അവർക്കെതിരെ പുറപ്പെടുക. അപ്പോൾ എൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ലേ, എന്താ കാര്യം? ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയത്ത് ടെൻഷൻ മാറിയ പോലെ തോന്നണമെന്നില്ല. പക്ഷെ ഒരു ഫ്രൂട്ട് ദൈവമായിരിക്കും നിശ്ചയിക്കുന്നത്. കാര്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെറീക്കോയിലേക്കുള്ള പ്രവേശനം ഉണ്ടല്ലോ, ജെറീക്കോയിലേക്കുള്ള പ്രവേശനം. അപ്പം അതായത് ഈ ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് ജോർദാൻ കടന്ന് അപ്പുറത്തേക്ക് എത്തണത് ജെറിക്കോയിലേക്കാണ് എത്തണത്. അപ്പോഴെന്താണ്? അവിടെ അന്തിമ യുദ്ധമാണ്. ഇവർ വലിയ ഇസ്രായേലിനേക്കാൾ വലിയ വ്യവസ്ഥാപിതമായ ആയുധ പരിശീലനവും യുദ്ധജീവിതവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇസ്രായേൽ ഇങ്ങനെ കൈകിട്ടിയ അരിവാളൊക്കെ ഇട്ട് ഇങ്ങനെ സഞ്ചരിക്കണം എന്നല്ലാതെ അവർക്കത് പരിശീലിക്കാൻ, അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടൊരു നിലപാട് നിന്നുകൊണ്ട് ആക്രമിക്കാൻ അങ്ങനെയൊക്കെ ഒന്നും അത്രയുള്ള അവസ്ഥ അല്ല. പക്ഷെ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വാഗ്ദാന പേടകവുമായി, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി ഇതിനെ വലം വെക്കുകയാണ്. വലം വെക്കുമ്പോഴാണ് ഇത് മോസസിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് അവർക്ക്. ഇത് പുറപ്പാട് തുടങ്ങുന്ന കാലത്ത് മോസസ് പറയുമായിരുന്നു, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ധരിക്കരുതെന്ന് പറയും. മോസസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് തുടങ്ങിയപ്പോൾ തന്നെ മോസസിനെ അറിയാം നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ആദ്യമേ മോസസിനോട് ദൈവം പറയും, മോസസെ അവരോട് പറയണം എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ഉള്ള ധാരണ തിരുത്തണം. അത് തെറ്റിദ്ധാരണയാണ്. എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ മോസസ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും പറഞ്ഞ് നിങ്ങൾ ധരിച്ച് യാത്ര തുടങ്ങരുത്. പല വിഷയങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. പിന്നെ എവിടെ ഒതുങ്ങും? അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാണ് വിഷയം. നമ്മൾ ഒറ്റക്കല്ല ഈ യാത്ര, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാലും മതി. മൗനമായെന്ന് വെച്ചാൽ ദൈവത്തോട് ദൈവിക കാര്യങ്ങൾ ഇടപെട്ട് ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മതി. അതിൻ്റെ ഒരു വേർഷനാണ് ഈ 2 ദിനവൃത്താന്തം 20:15 പറയണത്. അതൊന്നൊരു വായിച്ചേ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, നാളെ അവർക്കെതിരെ പുറപ്പെടുക. അതായത് നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണ്. കർത്താവ് നിങ്ങൾക്ക് യുദ്ധം ചെയ്യും, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയാൽ അപ്പോൾ നിനക്ക് പറയാൻ കഴിയണം, ഞാനല്ല ദൈവമാണ് എനിക്ക് വേണ്ടി പൊരുതാൻ പോകുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി വേണം നീ യാത്രകളെ ദൈവാധിഷ്ഠിതമായി മുന്നിട്ട്. എൻ്റെ പേര് ബിനിത, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ 2022 മാർച്ചിലാണ് ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാനഡയിലേക്ക് PR ആയിട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് ഈ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മുടെ കടബാധ്യതകളൊന്നും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷം കഴിഞ്ഞു, 2 പിള്ളേരുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ദുബായിലാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ
ദുബായിലേക്കൊന്നും ഫാമിലി ആയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും നല്ല ജോലി ഹസ്ബൻഡിനുണ്ടെങ്കിലാണ് നമുക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസ് നോക്കിയാൽ തന്നെയാണ് ഈ 2 കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പോൾ അതാണ് കാനഡ PR എന്നുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ IELTS എഴുതി, സ്കോർ കിട്ടി. അപ്പോൾ നമുക്കറിയാം IELTSൻ്റെ വാലിഡിറ്റി 2 വർഷമുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം IELTS എഴുതി, 2 വർഷം കഴിഞ്ഞു, എക്സ്പയർ ആയി. പിന്നെ ഞാൻ IELTS എഴുതി, അതിനും നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ 777-8 ഉണ്ടായിരുന്നു. IELTS എഴുതിയവർക്ക് അറിയാം എത്ര ബുദ്ധിമുട്ടാണ് അത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്ക് അതും കിട്ടി. പക്ഷേ അതും എക്സ്പയർ ആയിപ്പോയി. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി, ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളൊന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊറോണയൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് എനിക്കൊരു കുഞ്ഞു മോനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീട്ടിൽ അത്ര സപ്പോർട്ടല്ലായിരുന്നു ഇവിടെ വന്ന് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനപ്പോൾ അത് കാരണം ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. എല്ലാ നിബന്ധനകളും പാലിച്ചു പോന്നു. അതിനകത്ത് 6 നിയോഗങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് കാനഡയാണ്, കാനഡ PR. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു 45 ദിവസം പ്രാർത്ഥിച്ചു. അപ്പോൾ ഒന്നും നടക്കുന്നില്ല, പ്രത്യേകിച്ച് ഇതിന് ഒരു മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഇടവക ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും, അല്ലാതെ അങ്ങനെ വേറെ പള്ളികളിലോ അങ്ങനെയൊന്നും പോയി പ്രാർത്ഥിക്കുന്ന ഒരു ഇതില്ല എനിക്ക്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഡൈജസ്റ്റ് ആവുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 45 ദിവസം നല്ല തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു ഇതും ഇല്ലാണ്ടായപ്പോൾ ഞാൻ തന്നെ അത് ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ പക്ഷേ മാതാവ് എന്നെ കൈവിട്ടിട്ടില്ലായിരുന്നു. മാതാവ് എൻ്റെ ഇത് നിയോഗങ്ങൾ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറയുവാണ്, നീ ഏതായാലും കാനഡയ്ക്ക് PR നോക്കി 4 വർഷം പോയില്ലേ, നീ ജസ്റ്റ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസ നോക്കാതിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് 20 ലക്ഷത്തോളം വേണം, പോകുന്നതിന് അത്രയും ചിലവുണ്ട്. പിന്നെ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 10 വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ട്. അപ്പോൾ റിജക്ഷന് ചാൻസാണ് ഏറ്റവും കൂടുതൽ, കിട്ടാനുള്ളതിനേക്കാളും റിജക്ഷനാണ് ചാൻസ് കൂടുതൽ. അപ്പം പിന്നെ മമ്മി പറഞ്ഞപ്പോൾ ഓക്കെ, നമുക്ക് അമ്മമാർ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ട്രൈ ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി IELTS നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി എഴുതാം, പക്ഷേ 20 ലക്ഷം രൂപ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കാരണം എൻ്റെ പപ്പയുടെ ഫാമിലി എന്ന് വെച്ചാൽ അവർ ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും പേരിൽ അങ്ങനെ വസ്തുക്കളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുക നടക്കുന്ന പരിപാടിയല്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഓൾറെഡി ഒത്തിരി ലോണും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് നമ്മൾ അടച്ചു തീർക്കാത്തതുകൊണ്ടും നമുക്ക് അവിടെ നിന്നും ലോൺ കിട്ടത്തില്ല. അപ്പോൾ 20 ലക്ഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ IELTS എഴുതി. അപ്പോൾ ഞാൻ ജാനുവരി ലാസ്റ്റാണ് ഞാൻ IELTS എഴുതുന്നത്. IELTS ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ളത് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏജൻസി ത്രൂ നമ്മൾ മൂവ് ചെയ്തു, സാന്റാമോണിക്ക ത്രൂ ആയിരുന്നു ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ജനുവരി, അപ്പോൾ നമുക്ക് കാനഡയ്ക്കാണെങ്കിൽ 3 ഇൻടേക്ക് ഉള്ളത്, ജാനുവരി, മെയ് ഉണ്ട്, പിന്നെ സെപ്റ്റംബർ ഉണ്ട്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു മെയ് ഇൻടേക്ക് ഓൾറെഡി ക്ലോസ് ആയി, നമുക്കിനി സെപ്റ്റംബറിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. അതായത് മെയ് ഇൻടേക്കിലേക്കുള്ള ഒരു കോളേജിൻ്റെ, അതായത് ഓൾറെഡി ക്ലോസ് ചെയ്തു ആ കോഴ്സ്, പക്ഷേ വേക്കൻസി ആരെങ്കിലും മാറിയതുകൊണ്ടായിരിക്കാം, കോഴ്സിൽ നിന്ന് മാറിയതുകൊണ്ടായിരിക്കാം, അവരത് പിന്നെ റീഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇത്രയും എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, അപ്പോൾ നമുക്ക് ക്യാഷ് റെഡി ആയില്ലെങ്കിൽ നമുക്ക് ഡെഫർ ചെയ്യാൻ പറ്റും, സെപ്റ്റംബറിലേക്കൊക്കെ ഡെഫർ ചെയ്യാം, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് IELTSൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അതായത് നമുക്ക് IELTSൻ്റെ ആദ്യം മൊബൈലിൽ മെസ്സേജ് വരും, അപ്പോൾ അങ്ങനെ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്കുള്ളത് വെച്ച് ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വന്നു. ഞാനത് വെച്ചിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത്ഭുതം എന്ന് തന്നെ പറയാം, ഞാൻ ഇത് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു സൈഡിൽ ഓഫർ ലെറ്റർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം, പിന്നെ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു എനിക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് എപ്പോഴും ആശ്രയം മമ്മിയാണ്. അപ്പോൾ മമ്മിയോടൊക്കെ മമ്മി ഇതിപ്പോൾ നമ്മളെങ്ങനെയാണ് നമുക്ക് കിട്ടി, ഇനിയിപ്പോൾ കിട്ടിയത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം മമ്മി പറയും നീ ഓരോരുത്തരോട് ബന്ധുക്കളുണ്ട്. അപ്പം മമ്മി അവർ 8 മക്കളാണ് മമ്മിയുടെ വീട്ടിൽ, പപ്പയുടെ വീട്ടിലും അതെ. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം ഇവർ എങ്ങനെയാണ്, നമുക്ക് എന്നിട്ട് നടക്കും നോക്കാം, നടന്നില്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക് ഡെഫർ ചെയ്യാമല്ലോ, അപ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ചോദിച്ചവരെല്ലാവരും മമ്മിയുടെ മേമയുടെ മക്കളും പിന്നെ അങ്കിൾമാരും എല്ലാവരും
കുറേശ്ശെ 1,00,000 അങ്ങനെ. പിന്നെ മമ്മിയുടെ ഒരു അനിയത്തി മേമ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് 5,00,000 തരാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വണ്ടടിച്ചത് എങ്ങനെ, ഇതുവരെയും അങ്ങനെ ഒരു സഹായം ഞാൻ ചോദിച്ചിട്ടില്ല, എനിക്ക് അത്രയും സഹായം തന്നിട്ടുമില്ല. അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ 20,00,000 രൂപ എനിക്ക് കിട്ടി. ഞാൻ കാനഡയ്ക്ക് പോയി. ഇപ്പോൾ കാനഡയ്ക്ക് പോയിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നു. ഞാൻ ഈ മാസം ആദ്യമാണ് വന്നത്. ഈ വ്യാഴാഴ്ച ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ആ ഒരു അസാധ്യമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം സാധിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ എനിക്ക് പറ്റിയത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാനഡയാണ്. അപ്പോൾ ബാക്കി വെച്ച 5 നിയോഗങ്ങൾ നടന്നു, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ സംഭവം നടന്നു. പക്ഷെ ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എനിക്കത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതിനകത്ത് ഒരു ഇതെന്ന് പറയണത്, എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ കണ്ണ് ചുമന്ന് വരും. അപ്പം നമ്മൾ പല ആശുപത്രികളിലും കാണിച്ചു. അവർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, ഇങ്ങനെ ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ വരുന്നതാണ്, അപ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര തലവേദന, ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ധ്യാനം കൂടി 2ാമത്തെ ഉടമ്പടി ധ്യാനത്തിന് കണ്ടെന്നു. അതിനുശേഷം ഇത് ഇങ്ങനെ ചുമന്ന് കണ്ണിന് വരുന്നത് ഫ്രീക്വൻസി കുറയാൻ തുടങ്ങി. പിന്നെ വന്നാലും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോൾക്കൊരു ചൊറിച്ചിലുണ്ടായിരുന്നു, അതൊക്കെ പല ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചിട്ടും മാറിയില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് ഇന്ന് വരെ അവൾക്കത് പിന്നെ വന്നിട്ടില്ല. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വേറൊരു പറഞ്ഞാൽ, ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ 4 മക്കളാണ്. അപ്പോൾ നമുക്ക് മൂത്ത നാത്തൂനെ തന്നെ കെട്ടിച്ചതിന് ഒത്തിരി ബാധ്യതകളുണ്ട്. പിന്നെ വീട് പണിതതിനും എല്ലാം ബാധ്യതകളുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരനിയ അച്ഛനാണ്, പിന്നെ ഒരനിയത്തിയുടെയും കല്യാണം നടക്കാനുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ ഭാരമായിരുന്നു. കാരണം ഇത്രയും കടം വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. അല്ലാതെ ബാങ്കിൽ നിന്ന് ലോണോ അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ, അച്ഛൻ്റെ തിരുപ്പട്ടമായാലും ഞങ്ങൾക്ക് അറിയില്ല, ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചു. പിന്നെ അവിടെ നിന്ന് സെമിനാരിൽ നിന്നായാലും കുറച്ച് പൈസ അങ്ങനെ, പിന്നെ എൻ്റെ ഹസ്ബൻഡിനും കുറച്ചൊക്കെ പൈസ ഓരോരുത്തർ കൊടുത്തു, അങ്ങനെ അത് നടത്തി. പിന്നെ ആ സമയത്ത് കല്യാണത്തിന് മുന്നേ 1 വർഷം മുന്നേ ഹസ്ബൻഡിൻ്റെ അനിയത്തിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പോകാൻ പറ്റിയ കാരണം അവളുടെ വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം അവൾ തന്നെ ഇത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ കടങ്ങൾ വീട്ടാന്നുള്ളത് എൻ്റെ ആ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുറച്ച് കടങ്ങൾ, ഒത്തിരി കടങ്ങളല്ല, കുറച്ച് കടങ്ങളും ഞങ്ങൾക്ക് മാറിക്കിട്ടി. പക്ഷേ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെല്ലാം നടന്നിട്ടും ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് ഇത് വെച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഈ 6 നിയോഗങ്ങളും നടന്നു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ ഫോക്കസ് കാനഡ ആയതുകൊണ്ടും ബാക്കി കാര്യങ്ങളൊന്നും നടന്നത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല, സാക്ഷ്യം പറയാതെയാണ് ഞാൻ കാനഡയ്ക്ക് പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും പിള്ളേർക്ക് 2 പേർക്കുള്ള വിസയ്ക്ക് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനും മോക്കും കിട്ടി, മോന് കിട്ടിയില്ല. അവർ മെഡിക്കൽ ഒന്നും കൂടി ചോദിച്ചു, നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ 8 മാസം കഴിഞ്ഞിട്ടും മോൻ്റെ വിസയ്ക്ക് ഒരു അനക്കമില്ല. നമുക്കവിടെ ഈ MB ത്രൂ നമുക്ക് മെയിലൊക്കെ അയക്കാം IRCCയിൽ. അപ്പം ഞാൻ ആദ്യം വേറൊരു സ്ഥലത്തായിരുന്നു, പിന്നെ വേറൊരു സ്ഥലം. അപ്പോൾ 2 സ്ഥലത്തെയും MB ത്രൂ നമ്മൾ മെയിൽ അയച്ചു, ഒരനക്കമില്ല. അതായത് ഞങ്ങൾക്ക് മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു, ഒരനക്കമില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ മാതാവ് തോന്നിപ്പിച്ചതായിരിക്കാം, എന്നോട് പറയുവാണ്, നീ ഒന്നും കൂടി ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഉഴപ്പിയ ആളാണ്. അപ്പം ഇനിയും എനിക്ക് അത് പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. അപ്പം ഈ ഉടമ്പടിയുടെ നിർത്തിയെങ്കിലും ഞാൻ പ്രാർത്ഥന ചെല്ലുമായിരുന്നു, അച്ഛൻ്റെ ധ്യാനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മാതാവ്, എനിക്ക് എടുക്കാൻ പേടിയാണ്, ഞാനിങ്ങനെ ഇത് പ്രാർത്ഥനയും ചെല്ലി ഇങ്ങനെ ധ്യാനം കൂടി ഞാൻ അങ്ങനെ പൊക്കോളാന്ന് എൻ്റെ മനസ്സിലാണ് ഞാൻ മാതാവിനോട് പറയുക. എന്നിട്ട് ഒന്നും നടക്കുന്നില്ല. പിന്നെ ലാസ്റ്റായപ്പോൾ മാതാവ് എന്നെക്കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുത്തിട്ടും മനസ്സിനൊരു ഇതില്ല, എന്തോ ഇനിയും ബാക്കിയുള്ള പോലെ മനസ്സിലങ്ങ് തോന്നുക. അപ്പം മാതാവ് എന്നോട് പറയാം, നീ സാക്ഷ്യം പറയാമെന്ന് പറ എന്ന് എൻ്റെ മനസ്സിൽ കിടന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറയാണ്, മാതാവേ ഞാൻ സാക്ഷ്യം വന്ന് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ. അത്ഭുതം എന്ന് പറയട്ടെ, ഞാനത് മാതാവിനോട് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ മോൻ്റെ വിസ IRCC അവർ അപ്രൂവ് ആക്കി, മോൻ്റെ വിസ കിട്ടി. അപ്പോൾ ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞു, അതായത് എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ ഞാൻ നാട്ടിൽ വരണം. അപ്പം മോളുടെ മാത്രം വിസ ശരിയാവണമെങ്കിൽ ഞാൻ നാട്ടിൽ വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി പോണവരുടെ കൂടെ ഫ്ലൈറ്റ് കസ്റ്റഡി എന്നുള്ളൊരു സംഭവമുണ്ട്, അതിനകത്ത് മോളെ വിടാം. ഇപ്പോൾ 2 പേരെയും മാത്രമാണെങ്കിലേ ഞാൻ നാട്ടിലേക്ക് വരുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മോൻ്റെ ശരിയായി കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരാം, സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് സാധിച്ചു കിട്ടി. അപ്പം ഞാൻ പറയുന്നത്,
നമ്മൾ ഉടമ്പടി ഉഴപ്പിയാലും മാതാവ് അത് വിടില്ല. പക്ഷേ നമ്മൾ സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ മാതാവ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. നമ്മൾക്ക് എവിടെയെങ്കിലും ഇട്ട് മാതാവ് അത് നമ്മളെ ഓർമ്മിപ്പിക്കും, അത് നമ്മളത് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ നിയോഗം നോക്കണേ. ഒരു ദിവസം പ്രാർത്ഥിക്കും, എൻ്റെ ഈ നിയോഗം നടന്നോ? ഇല്ല. അപ്പോൾ തീക്ഷ്ണത കുറഞ്ഞു വരുക ഓരോ ദിവസം ചെല്ലുന്തോറും. പക്ഷെ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ അങ്ങനെയല്ല. എൻ്റെ നിയോഗം ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മാതാവിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ അങ്ങനെ എണ്ണി പറയാറൊന്നുമില്ല മാതാവിൻ്റെ അടുത്ത്. മാതാവി നിനക്കറിയാലോ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. ഞാൻ ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ തന്നെ, പിന്നെ എഴുതി ബൈബിൾ വാക്യങ്ങൾ എഴുതി. അങ്ങനെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ വേഗം ബൈബിൾ വാചനം എഴുതിയത് എടുത്ത് നോക്കും. അപ്പോൾ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ എല്ലാം ശരിയായി. അപ്പോൾ ഞാൻ ഈ വ്യാഴാഴ്ച പിള്ളേരെയും കൊണ്ട് തിരിച്ച് പോവുകയാണ്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, ഇന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തായിരുന്നു ആദ്യമായിട്ടാണ്. അപ്പോൾ പത്രവും ഇതും ഉടമ്പടി ഇതെല്ലാം കിട്ടി. പിന്നെ അപ്പോൾ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാനിവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് അനാഥാലയത്തിലൊക്കെ ഫുഡ് കൊടുക്കാനായിട്ടും അങ്ങനെയൊക്കെ സഹായിക്കുമായിരുന്നു. പിന്നെ ഓൺലൈനിൽ ഉടമ്പടി ആയതുകൊണ്ട് ഞാനങ്ങനെ പത്രമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ ഷെയർ ചെയ്യും, മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ ഈ രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൻ്റെ കാര്യങ്ങൾ നടന്നതിന് ശേഷം ഞാനിപ്പോൾ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയും, കൃപാസന അമ്മയുടെ അടുത്ത് പോകണം, ശക്തിയുള്ള മാതാവാണ്. നമ്മുടെ എല്ലാ അസാധ്യമെന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി, നമുക്ക് നല്ലതാണെങ്കിൽ. ഇപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, മാതാവ് ഞാനിത് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ, അല്ലെങ്കിൽ എനിക്ക് നന്മയ്ക്കല്ലെങ്കിൽ നീ അത് നടത്തി തരണ്ട. എനിക്ക് ആദ്യം സങ്കടം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോയി. ഇപ്പോൾ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വെളിപ്പാട് 7-ാം അധ്യായം 17-ാം തിരുവചനമാണ്. അനുഭവ സാക്ഷ്യങ്ങളിലൂടെ തങ്ങളുടെ കണ്ണുനീരെങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഒപ്പിയെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും ഒരു അനുഭവമാകുക. 10 വർഷത്തെ ഗ്യാപ്പ്, 2 പ്രാവശ്യം IELTS കിട്ടിയത് എക്സ്പയറി ആകുന്നു. ഇതൊക്കെയാണ് ഈ മകൾക്കുള്ള മെറിറ്റ്. ഈ മെറിറ്റിൽ ഈ മകള് PR കിട്ടുവാൻ നോക്കുന്നു. എന്നാൽ അത് എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്. നാം അത് കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ നമ്മുടെ മെറിറ്റ് അല്ലാതാകുന്നത് നാം 0 ബാലൻസിലേക്ക് വരുമ്പോഴാണ്. തനിക്ക് IELTS നല്ല സ്കോർ കിട്ടുന്നുണ്ട്, എന്നാൽ അത് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം അവിടെ എക്സ്പയറി ആകുന്നു. 2 പ്രാവശ്യവും നല്ല സ്കോർ തന്നെ കിട്ടിയെന്നാണ് പറയുക. പിന്നീട് ഈ മകൾ എങ്ങനെയാണ് PR എന്നുള്ളത് ഉപേക്ഷിച്ചിട്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കുന്നതും 4 വർഷത്തെ തൻ്റെ പരിശ്രമത്തിന് ശേഷമൊക്കെ തനിക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുവാൻ, അതും 20 ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു ലോണോ ഒന്നും എടുക്കാൻ തങ്ങൾക്ക് അവസരമില്ല, അതിനുള്ള സ്കോർ ഇല്ല, സിവിൽ സ്കോർ ഇല്ല. അപ്പോഴങ്ങനെയുള്ളപ്പോൾ മറ്റുള്ള വ്യക്തികളെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഒരുക്കുന്നത്? അതായത് പിന്നീട് നമുക്ക് അതൊന്നും ഒരു ബാധ്യതയാകാത്ത രീതിയിലൊക്കെ നമ്മെ കൊണ്ടു നടക്കുന്ന വലിയ കരുതലുള്ള സംരക്ഷണത്തിൻ്റെ വഴികളിലാണ് പിന്നീട് അമ്മ നമ്മെ കൊണ്ടുപോവുക. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള വഴികളിലൂടെ തൻ്റെ ജീവിതം മുമ്പോട്ട് പോയി. ഇന്ന് കാനഡയിൽ പോയി തിരിച്ചു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതിനിടയിലുണ്ടായ കാര്യങ്ങൾ, ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത്, പിന്നീട് ഇന്ന് ഇവിടെ വന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുക്കുക. അപ്പോൾ സാക്ഷ്യം പറയുന്നവരാകുക, അതായത് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. സ്വർഗസ്ഥനായ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്നാണ് തിരുവചനത്തിലൂടെ ഈശോ പറയുക. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ നാം മറ്റുള്ളവരോട് പറയുകയും പങ്കുവയ്ക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കൊന്നിനിരട്ടിയായിട്ട് വീണ്ടും കൃപകളാണ് ലഭിക്കുക. അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ നിൽക്കുകയാണ് ഈ മകള്. തൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമൊക്കെ അമ്മയിലൂടെ ഈശോ നൽകിയതിന് നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.